ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് പ്രോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഒരു പെട്രോൾ പമ്പിൽ പോയ സമയത്താണെങ്കിൽ അവിടെയാണെങ്കിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരൻ. പുള്ളിക്കാരൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്നത്. 1400 സംതിങ് ഉള്ളത് 1099 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം 500 തന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം വാങ്ങിച്ചാണ്. ഒരു 6 മാസം മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കവർ കളഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതല്ലേ ഡാഷ്ബോർഡ്. ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ആക്ച്വലി ഡാഷ്ബോർഡും ഗ്ലാസ്സും ഒക്കെയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത്. പക്ഷെ പക്ക പെർഫെക്റ്റ് ആണ്. നമുക്ക് അറ്റ് പ്രസൻറ്റ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ചോ. അപ്പോൾ നമുക്ക് അറ്റ് പ്രസൻറ്റ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷനും സ്റ്റെയിൻ റിമൂവലാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു സ്പ്രേയും, ഈ രണ്ട് സംഭവങ്ങളും മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ലൈവായിട്ട് പോകുന്ന ഒരു വിഷ്വൽസാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ലൈവായിട്ട് ഇന്ന് വന്ന ഒരു സ്ക്രാച്ചാണ്. ഈ ഒരു സ്ക്രാച്ച് ആക്ച്വലി സംഭവം നമ്മുടെ റോഡ്, ഞാൻ താമസിക്കുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റോഡാണ്. അപ്പോൾ ബൈക്കിൻ്റെ ഒരു സൈഡ് മിറർ ജസ്റ്റ് ഒന്ന് കൊണ്ട് ഒരഞ്ഞങ്ങ് പോയി. അപ്പോൾ ഒരഞ്ഞു പോയ ഒരു സ്ക്രാച്ചാണ് ഞാൻ ലൈവായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ടവൽ എടുത്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളയുക. തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഈ ഒരു തോർത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒഴിക്കുന്ന സംഭവം തന്നെ ആ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചിട്ട് നമ്മളിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ അടിക്കണം. ഓക്കെ, സ്പ്രേ അടിച്ചതിന് ശേഷം നമ്മളിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ ഈ സൊല്യൂഷൻ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു 7-8 സെൻറ്റിമീറ്റർ ദൂരെ വെച്ചിട്ട് സ്പ്രേ അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കുറച്ച് കൂടുതൽ സാധനം തേക്കണം. ഒരുവിധം പോയിട്ടുണ്ട് ഗൈസ്. നല്ല രീതിയിൽ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം പോയിട്ടുണ്ട്. എന്നാലും ഒരു 10% അതിൽ കിടപ്പുണ്ടെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നതായിട്ട് നമുക്ക് പോകുന്നതായിട്ട് ഈ സൈഡിലേക്കാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കണ്ടാ, ഇതൊന്ന് നോക്കിയേ. ഈ സൈഡിൽ മാത്രം തന്നെ കുറച്ച് കൂടുതൽ സ്ക്രാച്ച് കുറച്ച് ഡീപ്പായിട്ടുള്ളതുകൊണ്ടാണ് പോകാത്തത്. പക്ഷേ ഒരുവിധം അത് വെർത്ത് തന്നെയാണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സൂപ്പർ അല്ലേ?